രണ്ടു നേരം ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേച്ച് കഴിഞ്ഞാൽ ഡെൻ്റൽ കാരീസ് എന്ന് പറയുന്നത് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റുമോ? ഹായ്, ഞാൻ ഡോക്ടർ ശ്രീജോയ് ഗംഗാധർ, കൺസൾട്ടൻറ്റ് ഹോമിയോപ്പതാണ്. നമ്മൾ എല്ലാവരുടെയും കാണുന്നൊരു പരസ്യമാണ് രണ്ടു നേരം പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കണം എന്നുള്ളത്. എന്നാൽ നമുക്ക് ഡെൻ്റൽ കാരീസ് അഥവാ പല്ല് പൊഴിഞ്ഞു പോകുന്നത് അല്ലെങ്കിൽ പോയി പോകുന്നത് വലിയ ഇറപ്ഷൻ ആവുന്നത് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുമെന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഡെൻ്റൽ ഡോക്ടറെ അടുത്തൊന്നും ഇപ്പോൾ കേസ് കാണാൻ പറ്റില്ലല്ലോ. കാരണം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൂപ്പർ മാർക്കറ്റിലായാലും അല്ലെങ്കിൽ ഷോപ്പിലായാലും ഏറ്റവും കൂടുതൽ വിറ്റ് പോകുന്നൊരു സാധനം പേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാത്രം ഡെൻ്റൽ കാരീസ് നമുക്ക് മാറ്റാൻ സാധിക്കില്ല എന്നുള്ളതാണ് അത് തെളിയിക്കുന്നത്. അത് കാരണം എന്താണെന്ന് വെച്ചാൽ പല്ലിൻ്റെ ഘടന അല്ലെങ്കിൽ പല്ലിൻ്റെ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിർത്തണമെങ്കിൽ നമുക്ക് ബോഡിയിൽ മുഴുവനായിട്ടും വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും എമൗണ്ട് അതായത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എമൗണ്ട് കറക്റ്റായി നിൽക്കണം. അതില്ല, വൈറ്റമിൻ ഡിയോട് കാൽഷ്യത്തിൻ്റെയോ ഡെഫിഷ്യൻസി ബോഡിയിൽ ഉണ്ടെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് അല്ലെങ്കിൽ ലെസ് ഇമ്പോർട്ടൻ്റ് ഏരിയകളായ സ്കിന്ന് അതുപോലെ തന്നെ ടൂത്ത് എന്നിവിടെ നമുക്ക് കാൽസ്യം അതിൽ നിന്ന് മാറിയിട്ട് ബ്ലഡിലേക്ക് മാറും. അതായത് കാൽസ്യം എക്സുഡേഷൻ നടക്കും കാൽസ്യത്തിൻ്റെ. അപ്പോൾ അങ്ങനെ മോർ ഇമ്പോർട്ടൻ്റ് ഓർഗൻസിൽ കൂടുതൽ കാൽസ്യം ആവശ്യമായ സ്ഥലത്തേക്ക് അത് ബോഡി തന്നെ അത് കൺവേർട്ട് ചെയ്യും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ ലെസ് ഇമ്പോർട്ടൻ്റ് ഓർഗൻസ് ആയ ടൂത്ത്, സ്കിന്ന് അങ്ങനെയുള്ളതൊക്കെ ടൂത്തൊക്കെ അതിന് ഇറപ്ഷൻ സംഭവിക്കും. അതിൻ്റെ ഡെൻസിറ്റി, അതിൻ്റെ കട്ടിക്ക് വ്യത്യാസം വരും. അതിൻ്റെ ഇനാമൽ ഡെഫിഷ്യൻ്റ് ആവും. അങ്ങനെ അതിൽ സെക്കൻഡറി ഇൻഫെക്ഷൻ വന്നിട്ടും അല്ലെങ്കിൽ പല്ലിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻസ് കുറഞ്ഞിട്ടും കൺസിസ്റ്റൻസി കുറഞ്ഞിട്ടും അത് പല്ല് ഇറപ്ഷൻ ആവുകയാണ് ചെയ്യുക. അപ്പോൾ ഡെൻ്റൽ കാരീസ് ഒഴിവാക്കുന്നതിന് നമ്മൾ രണ്ടു നേരം പേസ്റ്റ് തേച്ചത് കൊണ്ട് മാത്രം കാര്യമില്ല. അത് ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി അത് ചെറുപ്പത്തിലേ പലർക്കും ഉണ്ടാവും. അതൊന്നും ഒരു മാറ്റാതെ അത് അങ്ങനെ അതിൻ്റെ ലെവൽ നിലനിർത്താതെ പോകുന്നത് കൊണ്ടാണ് ഈ ഏർലി ഇറപ്ഷനും അല്ലെങ്കിൽ ഡെൻ്റൽ കാരീസും ഒക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാവാൻ കാരണം. അതുകൊണ്ട് ഡെൻ്റൽ കാരീസ് മാറ്റണമെങ്കിൽ നമ്മുടെ ബോഡിയിലുള്ള വൈറ്റമിൻ ഡിയുടെയും കാൽഷ്യത്തിൻ്റെയും ഡെഫിഷ്യൻസി മാറ്റാൻ ആവശ്യമായ അബ്സോർപ്ഷന് വേണ്ടിയിട്ടുള്ള ഗുളികകൾ ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അത് കഴിച്ചാൽ നമ്മുടെ ബോഡിയിലുള്ള കാൽഷ്യം വൈറ്റമിൻ ഡെഫിഷ്യൻസി നോർമലായി സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെ ലെസ് ഇമ്പോർട്ടൻ്റ് ഓർഗൻസിൽ നിന്ന് കൂടുതൽ കാൽസ്യം അങ്ങോട്ട് കൺവേർട്ട് ചെയ്ത് പോവുകയുമില്ല. നമ്മുടെ പല്ല് നല്ല രീതിയിൽ തന്നെ സൂക്ഷിക്കാനും നമുക്ക് സാധിക്കും. താങ്ക് യു.